കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാടിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്ന സമയത്ത് ഒരു വെളിപ്പാടുണ്ടായതാണിത്. സ്വർഗത്തിൽ ഒരു ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും 24 മൂപ്പന്മാർ നിന്ന് ദൈവത്തെ സദാ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട്. അതേപോലെ തന്നെ സെറാഫുകൾ എപ്പോഴും ദൈവത്തെ 24 മണിക്കൂറും സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടം ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ സ്തുതികളുടെ മധ്യയിൽ അവർ പറയാണ്, സകല മാനവും മഹത്വവും ബഹുമാനവും എല്ലാം അങ്ങയ്ക്കുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ കാണുന്നതും കാണാത്തതും എല്ലാം നിർമ്മിച്ചത് യഹോവയാണ്. അപ്പോൾ എല്ലാ സ്തുതിയും ഘനവും അങ്ങയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ തറയിൽ ഈ മൂപ്പന്മാർ തറയിൽ മുഖം കുപ്പറ വീഴുന്ന് അവർ നമസ്കരിച്ചു, യഹോവയെ നമസ്കരിച്ചു എന്ന് കാണുന്നു. ആ സമയത്ത് അവരുടെ കിരീടങ്ങൾ അവർ കീഴെ ഇട്ടു എന്ന് പറയുന്നു. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനമായി കിട്ടിയ ആ കിരീടത്തിനേക്കാളും അവർ വിലയേറിയതായി കരുതിയത് ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുക, അല്ലെങ്കിൽ ദൈവത്തിനെ പുകഴ്ത്തി പാടുക എന്നുള്ളതിലാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ചില ബഹുമാനങ്ങളും ബഹുമതികളും ഈ ലോകത്തിൽ കിട്ടുമ്പോൾ നാം അതിൽ തന്നെ ആശ്രയിച്ച് അതാണ് വലുതെന്നിരിക്കുന്നുവോ, അല്ല നമുക്ക് വേണ്ടി ആരെങ്കിലും സഹായിച്ചുവെങ്കിൽ നമ്മുടെ പ്രശംസയും സ്നേഹവും അവർക്ക് കൊടുക്കുന്നുവോ, അതോ നമ്മെ ഇതുവരെ നടത്തിവന്ന യഹോവയായ ദൈവത്തെയാണ് നാം സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കുകയും കൊണ്ടിരിക്കുന്നുവോ എന്ന് നാം ആലോചിക്കണം. ഇന്ന് പല ആരാധന സ്ഥലങ്ങളിലും സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ കൊടുക്കുന്നതിനേക്കാളും ഉപരി ബഹുമാനവും മഹത്വവും കൊടുക്കുന്നത് യഹോവയുടെ ശിഷ്യന്മാരായി തന്ന അപ്പോസ്തലന്മാർക്കാണ്. അതെല്ലാം തെറ്റ് എന്ന് ബൈബിളിൽ ഈ വചനത്തിൽ നിന്നേ മനസ്സിലാക്കാൻ കഴിയും. സകല ബഹുമാനവും മഹത്വവും കൊടുക്കേണ്ടത് യഹോവയ്ക്ക് ഒരാൾക്ക് മാത്രമാണ്. അല്ലാതെ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മളെപ്പോലെ പാടുള്ള മനുഷ്യനായിരുന്ന് മരിച്ചിട്ട് അവർ കുറച്ച് നല്ല പ്രവർത്തികൾ ചെയ്ത് കാണും, ഇല്ലയെന്ന് പറയുന്നില്ല. നല്ല പ്രവർത്തികൾ ചെയ്ത നിമിത്തം അവർ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നതായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല. സകല മഹത്വത്തിനും സ്തുതിക്കും യോഗ്യനെന്ന് പറഞ്ഞ് ആ മൂപ്പന്മാർ പോലും കിരീടം തറയിലിട്ടിട്ട് കമന്ന് വീഴുന്ന് നമസ്കരിച്ചുവെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനും നമസ്കാരത്തിന് യോഗ്യനുമായ ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ ദൈവം മാത്രമാണ്. അദൃശ്യനായ ആ ഒരു ദൈവത്തിനെ ആരാധിക്കുന്നതിന് പകരമായിട്ട് നാം ശിഷ്യഗണങ്ങളുടെ ഫോട്ടോകൾ വെച്ച് ആരാധിക്കുന്നതും മറിയത്തെ ആരാധിക്കുന്നതും എല്ലാം ബൈബിൾ മുഖാന്തരം നോക്കിയാൽ അത് വളരെ തെറ്റാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് ശീഘ്രമായി ഇരിക്കുമ്പോൾ നാം സൃഷ്ടിതാവിനെ ആരാധിക്കുന്ന പകരം സൃഷ്ടികളെ ആരാധിച്ച് നാം നരകത്തിൽ പോകാതെ നാം സൂക്ഷ്മതയോടെ നാം ഇരുന്ന് ദൈവവചനം നല്ലവണ്ണം വായിച്ച് കർത്താവിനെ ആരാധിച്ച് മുമ്പോട്ട് പോയി സ്വർഗരാജ്യത്തിൽ പോകുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, സകല ആരാധനയ്ക്കും ബഹുമാനത്തിനും സ്തോത്രത്തിനും അങ്ങ് യോഗ്യനായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ കർത്താവെ അങ്ങയുടെ സൃഷ്ടിപ്പിലുള്ള ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കാതെ ഞങ്ങളുടെ ജീവൻ പോവുകയോളം അങ്ങയെ ആരാധിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.